കണ്ണേട്ടാ, എ ബേബി ഈസ് ഗോയിങ് ടു കം എമംഗ് അസ്. ദേവൂട്ടിയുടെ വാക്കുകൾ കേട്ട് ഞാൻ ഒരു നിമിഷം ഫ്രീസായി നിന്നു. ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥ. എൻ്റെ ഭാവം കണ്ട് ദേവൂട്ടി ഒരു ചിരിയോടെ എൻ്റെ കൈ അവളുടെ വയറിന് മുകളിൽ വെച്ചു. പതിയെ എൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ താഴ്ന്ന് അവളുടെ വയറിനെ മറിച്ചിരുന്ന സാരി വകഞ്ഞു മാറ്റി. ഞങ്ങളുടെ ജീവൻ്റെ പാതി തുടിക്കുന്ന ആ വയറിൽ അമർത്തി ചുംബിച്ചു. ദേവൂട്ടി എന്നെ പൊതിഞ്ഞു പിടിച്ചു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്നറിയില്ല. ഇപ്പോൾ ഈ ലോകത്ത് ഏറ്റവും സന്തോഷവാൻ ഞാനാണെന്ന് തോന്നിയ നിമിഷം. ഞങ്ങളുടെ ബന്ധത്തിന് ഇപ്പോൾ പൂർണ്ണത വന്നിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് ദേവൂട്ടിയുടെ മുഖം ചുംബനങ്ങൾ കൊണ്ട് മൂടി. കണ്ണേട്ടാ, ഗീതമ്മ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞിരുന്നു. പോകാടി, ആദ്യം നമുക്ക് ഈ കേക്ക് അങ്ങോട്ട് മുറിക്കാം. എൻ്റെ വാവയ്ക്ക് ബർത്ത്ഡേ കേക്ക് കൊടുക്കട്ടെ. ഞങ്ങൾ ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരുമിച്ച് കേക്ക് മുറിച്ചു. ഒരു ചെറിയ കഷ്ണം എടുത്ത് അവൾക്കായി നീട്ടുമ്പോൾ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. കരയിലേക്ക് ആർത്തിരമ്പുന്ന തിരമാലയെ നോക്കി ഞങ്ങൾ നിന്നു. കണ്ണേട്ടൻ്റെ കൈകൾ എൻ്റെ വയറിനെ തലോടിക്കൊണ്ടിരുന്നു. ദേവുട്ടി, വിശക്കുന്നില്ല പെണ്ണ? നിനക്ക് ഒന്നും കഴിച്ചില്ലല്ലോ. നല്ലോണം വിശക്കുന്നുണ്ട്. ഉച്ചക്ക് കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചു. രാത്രി ഒന്നും കഴിച്ചതുമില്ല. ഞാൻ പറഞ്ഞു കേട്ട് കണ്ണേട്ടൻ എന്നെ രൂക്ഷമായി നോക്കി. എന്താടി, ഇപ്പോഴും പഴയ പോലെ തന്നെയാണോ? ഇനി മുതൽ നേരത്തിനും കാലത്തിനും മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, അപ്പോൾ ബാക്കി പറയാം. ചൂടാവല്ലേ കണ്ണേട്ടാ, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. ആകെ ക്ഷീണമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ കണ്ണേട്ടനോട് ഇത് പറയാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാ. അവരുടെ ഒരു വാടിയുടെ കണ്ണേട്ടൻ കലിപ്പിൽ എന്നെയും കൂട്ടി തിരിച്ചു നടന്നു. എനിക്ക് ചിരിയാണ് വന്നത്. അറിയില്ല, എന്തൊക്കെയോ ഒരു ഫീല്. ഞങ്ങൾ ബീച്ചിൻ്റെ അടുത്തുള്ളൊരു ചെറിയ തട്ടുകടയിൽ കയറി. നല്ല ചൂട് ദോശയുടെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചതും അറിയാതെ വായിൽ വെള്ളമൂറി. കണ്ണേട്ടൻ പറഞ്ഞതനുസരിച്ച് അല്പസമയത്തിന് ശേഷം ഞങ്ങൾ ഇരിക്കുന്ന ടേബിളിലേക്ക് നല്ല ചൂടും മസാല ദോശയും ആവി പറക്കുന്ന കട്ടൻ ചായയും എത്തി. അത് കണ്ടപ്പോഴേ എൻ്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളമൂറി. ഞാൻ കണ്ണേട്ടനെ നോക്കി ചിരിച്ചു. ചിരിക്കാതെ എടുത്ത് തിന്നടി, എന്നിട്ട് വേണം വീട്ടിൽ പോകാൻ. എന്നെ നോക്കി കലിപ്പിൽ പറഞ്ഞ് പുള്ളി ഫോണിൽ തോണ്ട തുടങ്ങി. അങ്ങനെയാണോ? എന്താ വാവേ, ഒന്നും കഴിക്കില്ലേ? അച്ഛൻ വാരി തന്നാലും കഴിക്കുമെന്നോ? എന്ത് ചെയ്യാനാ വാവേ, അച്ഛൻ നമ്മളോട് പിണങ്ങി. ഇനി എന്തു ചെയ്യും? ഞാൻ വയറിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഇടയ്ക്ക് ഇടം കണ്ടിട്ട് മാഷിനെ നോക്കി. മാഷി ചിരി കടിച്ചിടിച്ചുകൊണ്ട് എന്നെ നോക്കുക. പിന്നെ ഫോൺ എടുത്ത് പോക്കറ്റിൽ വെച്ച് പ്ലേറ്റിൽ നിന്ന് കുറച്ച് മസാല ദോശയുടെ കഷ്ണം കീറിയെടുത്ത് എനിക്ക് നേരെ നീട്ടി. ഞാൻ ആവേശത്തോടെ അത് വാങ്ങി കഴിച്ചു. കണ്ണേട്ടൻ വാരി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നു. അങ്ങനെ കണ്ണേട്ടിൻ്റെ കൈകൊണ്ട് തന്നെ അത് മുഴുവൻ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. രാവിലെ എന്തോ ബഹളം കേട്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. വേഗം കെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ ദേവൂട്ടി ആകെ ഛർദ്ദിച്ച് അവശയായി നടുവിനും കൈ കൊടുത്ത് നിൽക്കുകയാണ്. ഞാൻ വേഗം ചെന്ന് അവളെ താങ്ങി പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴേക്കും ശബ്ദം കേട്ട് ഗീതവും മുറിയിലേക്ക് വന്നു. രാത്രി കഴിച്ചത് മുഴുവൻ ഛർദ്ദിച്ചിട്ടുണ്ട്. കണ്ണാ, മോളെയും കൊണ്ട് ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. തുടക്കമായതുകൊണ്ടാണ് ഇങ്ങനെ ഛർദ്ദിയും തളർച്ചയൊക്കെ. പിന്നെ എല്ലാം മാറിക്കോളും. ഗീതു പറഞ്ഞു കേട്ട് ഞാൻ ദേവൂട്ടിയെ ഒന്ന് നോക്കി. എന്നാൽ എൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൾ ചിരിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. പിന്നീട് അങ്ങോട്ട് അവരുടെ കൂടെ എപ്പോഴും ഞാനും ഗീതുവും ശരത്തും ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആളുടെ ബോഡി നല്ല വീക്കാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് അവളെ ഒന്ന് അനങ്ങാൻ പോലും സമ്മതിക്കാതെ 2 മാസം റൂമിൽ തന്നെ പിടിച്ചിരുത്തി. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും വർഷയും ഒക്കെ അവളെ കൊണ്ടുപോകാനുള്ള ആഗ്രഹത്തോടെ വന്നെങ്കിലും ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് അവസാനം അവർ അവിടെ കുറച്ചുനാൾ നിന്നു. അത് ശരത്തിനു കൂടി സന്തോഷമായി എന്ന് വേണം പറയാൻ. ശരത്തേട്ടാ, ഇങ്ങനെയാണോ? ഞാൻ പോകുവാട്ടോ. വെറുതെ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ ഫോണ് കണ്ട പെണ്ണുങ്ങളോട് കുറുകലാണല്ലേ? ബാൽക്കണിയിൽ ചെന്നിരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ശരത്തിനോട് കളിച്ചു കയറി വർഷ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും ശരത്ത് അവളുടെ കൈ പിടിച്ചു വലിച്ച് അവൻ്റെ അടുത്തിരുത്തി. നിന്നോട് ആരാടി പറഞ്ഞത് ഞാൻ കണ്ട പെണ്ണുങ്ങളോട് ചാറ്റിംഗ് ആണെന്ന്? ശരത്ത് കലിപ്പിൽ ചോദ്യം കേട്ട് വർഷ അവനെ നോക്കി ചിരിച്ചു കൊടുത്തു. ശരത്ത് അവളുടെ അരയിലൂടെ കൈയൂട്ടി ഒന്നുകൂടി അവനോട് ചേർത്തിരുത്തി അവളുടെ മുഖത്തേക്ക് പാറി വീണ മുടിഴുകൾ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. എന്താ മോനെ ഉദ്ദേശം? ദുരുദ്ദേശമാണെങ്കിൽ എന്താ, വല്ല കുഴപ്പമുണ്ടോ? അയ്യടാ, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പം മോൻ കുറച്ച് വിട്ടു നിന്നേ. അതിനൊക്കെ ഇനിയും സമയമില്ലേ മോളെ? അതിനു മുമ്പ് ഇപ്പോൾ അവൻ അവളെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളെ എടുത്ത് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി. പെട്ടെന്നായതുകൊണ്ട് വർഷ ഞെട്ടി കുതറി മാറാൻ നോക്കി. പക്ഷേ അവൻ അതിന് സമ്മതിക്കാതെ പിടിമുറുക്കി. ശരത്തിട്ട് വീട്
എന്തിനാടി ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോണില്ല കേട്ടോ. അവൻ പറഞ്ഞു കേട്ട് വർഷ തല താഴ്ത്തി. അവളിൽ ഒരേ സമയം നാണവും ഭയവും ഉടലെടുത്തു. അവൻ പതിയെ അവളിലേക്ക് മുഖം അടുപ്പിച്ച് ആ ചെവിയിൽ ചുണ്ടുകൾ ചെറുത്തു. വർഷം ഒന്ന് ശ്വാസം നീട്ടിയെടുത്ത് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവൻ്റെ അധരങ്ങൾ അവിടെ നിന്ന് ദിശ മാറാൻ ഒരുങ്ങിയതും വർഷ പേടിച്ച് കണ്ണുകൾ ഇറുക്കിയടിച്ചു. കുറച്ചു സമയമായിട്ടും അനക്കൊന്നും കാണാതെയായപ്പോൾ അവൾ പതിയെ കണ്ണു തുറന്നു. ഇമവട്ടാതെ തന്നെ തൊന്നി നോക്കിയിരിക്കുന്ന ശരത്തിനെ കണ്ടതും അവളുടെ ചുണ്ടിൽ നാണത്തിൽ കുതിർന്നൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അവനെ ചിരിയോടെ തള്ളി മാറ്റി ഓടി. നോക്കി കണ്ണേട്ടാ, കുഞ്ഞ് അനങ്ങുന്നില്ലേ? ഇല്ല ഗീതമേ, നോക്ക്, അനങ്ങുന്നില്ലേ? വയറിൽ കൈവച്ച ആകാംക്ഷയോടെ ദേവുട്ടി പറഞ്ഞു കേട്ട് ഞാനും ഗീതവും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് പെണ്ണ് ഞങ്ങളെ തുറിച്ചു നോക്കി. എൻ്റെ പെണ്ണെ, എന്തൊക്കെയാടി നീ പറയുന്നത്? 3 മാസേ ആയുള്ളൂ, അപ്പോഴേക്കും കുഞ്ഞ് അനങ്ങിയെന്നോ? സത്യ കണ്ണേട്ടാ, കുഞ്ഞ് അനങ്ങിയെന്നേ. എൻ്റെ മോളെ, കുഞ്ഞ് ശരിക്കും അനങ്ങണമെങ്കിൽ ഒരു 5 മാസമെങ്കിലും ആകണം. മോൾക്ക് വെറുതെ തോന്നുന്നതാ. അത് കേട്ട് ദേവുട്ടി ചുണ്ട് ചുളുക്കിക്കൊണ്ട് വീണ്ടും വയറിൽ കൈവച്ച് ശ്രദ്ധിച്ചു. പറയാൻ പറ്റില്ല ഗീതു, ഇവളുടെ അല്ലേ മുതൽ ചിലപ്പോൾ അനങ്ങിയെന്ന് വരും. ഞാൻ ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ എൻ്റെ അടുത്തേക്ക് വന്ന് എൻ്റെ കയ്യിൽ പിച്ചി. ദേ കണ്ണേട്ടാ, ചുമ്മാ കളിയാക്കാണ്ട കേട്ടോ. ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു കേട്ട് ഞാൻ ചിരി അടക്കി പിടിച്ച് മിണ്ടാതെ സ്ലാബിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഗീതു അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാരറ്റ് എടുത്ത് കടിച്ചു. അപ്പോഴാണ് ശരത് അങ്ങോട്ട് വന്നത്. അവൻ്റെ കയ്യിലിരിക്കുന്ന പച്ചമാങ്ങ കണ്ടതും പെണ്ണോടി അവൻ്റെ അടുത്ത് ചെന്ന് അത് വാങ്ങി അടിച്ചു കയറ്റാൻ തുടങ്ങി. അത് കണ്ട് ശരത്ത് വായും പൊളിച്ച് അവളെ നോക്കിയിട്ട് പിന്നെ എന്നെ നോക്കി. അവൾ കഴിക്കുന്നത് കണ്ട് എൻ്റെ മുഖം തനിയെ ചുളിഞ്ഞു. കാരണം അവൻ മുറ്റത്തെ മാവിൽ നിന്ന് പറിച്ച മാങ്ങയാണ്. കുടിച്ചിട്ട് നാക്കിലേക്ക് വെക്കാൻ പോലും പറ്റൂല. ഇടി പതിയെ തിന്നടി, പല്ല് പുളിക്കും. ഞാൻ പറയുന്നത് കേട്ട് അവൾ എന്നെ നോക്കി കൊഞ്ഞനം കുത്തി വീണ്ടും തീറ്റ തുടങ്ങി. കേറ്റ് നല്ലോണം കേറ്റ്, ബാക്കി വല്ലതുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി. ഇച്ചിരി ഉപ്പും മുളകും കൂട്ടി തിന്നാനാ. അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് ശരത്ത് പറഞ്ഞു കേട്ട് പെണ്ണ് അവനെ നോക്കി നല്ല വെടിപ്പായി ചിരിച്ചു കൊടുത്തു. അപ്പോഴേക്കും എവിടുന്നോ വർഷയും പാഞ്ഞു വന്ന് ദേവുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം തട്ടിപ്പറിച്ചു വാങ്ങി. ശരത്ത് രൂക്ഷമായി നോക്കുന്നത് കണ്ടപ്പോൾ അവൾ അതേപടി മാങ്ങ ദേവുട്ടിക്ക് കൊടുത്ത് അവനെ നോക്കി ചിരിച്ചു. ശരത്ത് കരഞ്ഞ് കാല് പിടിച്ചിട്ടാ അച്ഛനും അമ്മയും പോയപ്പോൾ വർഷയെ കൊണ്ടുപോകണ്ട എന്ന് ഞാൻ പറഞ്ഞത്. പാവം കുട്ടികൾ, ഇച്ചിരി പ്രേമിച്ചോട്ടെ. ഇനിയിപ്പോൾ കുറച്ച് എക്സസൈസൊക്കെ ആക്കാം. രാവിലെയോ വൈകിട്ടോ ഒന്ന് നടന്നാലും മതി. അത് കുഞ്ഞിൻ്റെ നല്ല വളർച്ചയ്ക്ക് ഗുണം ചെയ്യും. ഞാൻ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് തരാം, അതും കഴിച്ചോളാം. ഡോക്ടർ അത്രയും പറഞ്ഞ് എനിക്കുള്ള പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നു. ഇപ്പോൾ മാസം 4 ആയി. സാധാരണ ഈ സമയത്ത് ഛർദിയൊക്കെ മാറുമെങ്കിലും എനിക്കിപ്പോഴും ഇടയ്ക്ക് മനംപുരട്ടലുണ്ടാകും. ഡോക്ടറിൻ്റെ ക്യാബിൽ നിന്ന് ഇറങ്ങിയതും കണ്ണേട്ടൻ എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് മെഡിസിൻ വാങ്ങാൻ പോയി. ഞാൻ കണ്ണേട്ടനെ വെയിറ്റ് ചെയ്ത് അവിടെയുള്ള ചെയറിലിരുന്നു. അപ്പോഴാണ് എൻ്റെ മുന്നിലൂടെ ഒരു വീൽ ചെയർ കടന്നുപോയത്. അതിൽ അവശനായി കയ്യിലും തലയിലും ബാൻഡേജൊക്കെ ആയിട്ട് ഇരിക്കുന്ന ജീവനെ കണ്ടതും ഞാനത് ഞെട്ടി. കൂടെ അവൻ്റെ അച്ഛനും അമ്മയും ആണെന്ന് തോന്നിക്കുന്ന 2 പേരുണ്ടായിരുന്നു. എന്തോ അവനെ കണ്ടപ്പോൾ മനസ്സിനാകെ ഒരു അസ്വസ്ഥത. ഞാൻ കാരണം അവൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ ഉള്ളിലൊരു നീറ്റൽ. ദേവുട്ടി, എന്തു പറ്റി? പെട്ടെന്ന് കണ്ണേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അതുകൊണ്ട് കണ്ണേട്ടൻ നെറ്റിച്ചുളിച്ചു. എന്താടാ, എന്തു പറ്റി? ആകെ വിയർത്തിരിക്കുന്നത്. അത് കണ്ണേട്ടാ, ജീവൻ. അവനെ ഇപ്പോൾ ഞാനൊരു വല്ലായ്മയോടെ പറഞ്ഞു കേട്ട് കണ്ണേട്ടൻ്റെ മുഖം മാറി. പിന്നെ ശ്വാസം നീട്ടിയെടുത്ത് എന്നെ ചേർത്ത് പിടിച്ച് നടന്നു. ദേവുട്ടി, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളവരും ഇല്ലാത്തവരുമായി ഒരുപാട് പേരെ കാണും. അതിൽ ആവശ്യമുള്ളവരെ മാത്രം ഓർത്താൽ മതി. അല്ലാത്തവരെ വിട്ടുകളാ. നിനക്കിപ്പോൾ ഓർക്കാൻ നമ്മുടെ ബേബി ഇല്ലേടി? അവനെ പറ്റിയുള്ള സ്വപ്നങ്ങളില്ലേ? ഇനി മോൾ അതോർത്താൽ മതി, കേട്ടല്ലോ? നിനക്കറിയോ ദേവുട്ടി, അച്ഛനും അമ്മയും എഴുതുന്ന ഏറ്റവും നല്ല കഥയാണ് അവരുടെ കുഞ്ഞ്. അപ്പോൾ നമുക്കിപ്പോൾ ആ കഥയൊന്ന് മോഡിഫൈ ചെയ്യാം. കണ്ണേട്ടൻ പറഞ്ഞു കേട്ട് ഞാൻ എന്നിലെ ചിന്തകളെല്ലാം മാറ്റി നിറഞ്ഞ പുഞ്ചിരിയോടെ ആ നെഞ്ചിലേക്ക് ചാഞ്ഞു. കോളേജിൽ നിന്ന് വീട്ടിലെത്തി റൂമിലേക്ക് ചെന്നപ്പോൾ കണ്ടത് ബെഡിലിരുന്ന് എന്തോ ചെയ്യുന്ന ദേവൂട്ടിയാണ്. ഞാനൊരു പുഞ്ചിരിയോടെ കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. പെണ്ണിന് ഇപ്പോൾ 7-ാം മാസമാണ്. വീർത്ത വയറും കയ്യിലും കാലിലും നീരുമൊക്കെയായി എൻ്റെ പെണ്ണ് നല്ലോണം വലയുന്നുണ്ട്. മിക്ക രാത്രികളിലും അവളുടെ കാല് തവടി കൊടുക്കലാണ് എൻ്റെ ജോലി. ദേവൂട്ടി വേണ്ടെന്ന് പറയെങ്കിലും ഞാനത് കാര്യമാക്കില്ല. ചില സമയത്ത് ദേവൂട്ടി വേദന കൊണ്ട് പൊളയുമ്പോൾ വല്ലാതെ സങ്കടം തോന്നും. എന്നാൽ അതെല്ലാം ഒരു പുഞ്ചിരിയാലെ ഉള്ളിലൊതുക്കി സഹിക്കുന്ന അവളിലെ അമ്മയെ കാണുമ്പോൾ അതിലുപരി അഭിമാനവും തോന്നുന്നു. കണ്ണേട്ടാ, എന്താ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്നത്? ദേവൂട്ടിയുടെ ചോദ്യമാണ് എന്നെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ ചിരിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി അവരുടെ അടുത്തേക്ക് പോയി നിന്നു.
എന്താണ് എൻ്റെ പ്രിയ ഭാര്യ ഇവിടെ പരിപാടി? അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുകൊണ്ട് ഞാൻ ചോദിച്ചു. ഓ കണ്ണേട്ടാ, നിങ്ങൾ വന്നപ്പോഴേക്കും ആള് ചവിട്ടി തുടങ്ങി. വയറിൽ കൈവച്ചുകൊണ്ട് ദേവൂട്ടി പറഞ്ഞു കേട്ട് എന്നിൽ കൗതുകം നിറഞ്ഞു. ശരിക്കും ചവിട്ടുന്നുണ്ടോടി? അവൾ ചിരിയോടെ അതെ എന്ന് തലയാടിയതും ഞാൻ കുനിഞ്ഞ് അവളുടെ വയറിൽ തലവെച്ച് കാതോർത്തു. അപ്പോൾ തന്നെ ആ കുഞ്ഞിക്കാൽ ഞാൻ ചെവി ചേർത്തതിനടുത്തായി ചവിട്ടിയതുപോലെ തോന്നിയതും എൻ്റെ ചുണ്ടിൽ സന്തോഷത്താൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ആ നിറവയറെ അമർത്തി ചുംബിച്ചു. കണ്ണേട്ടനെ പോലെയാ, ഭയങ്കര വാശിയും കുറുമ്പാണ്. എന്നാ ചവിട്ടാന്നറിയോ? ചില സമയത്ത് വേദന സഹിക്കാൻ പറ്റില്ല. ഒരു പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു കേട്ട് ഞാൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. പിന്നെ ആ നിറവയറിലും ഒരു സ്നേഹചുംബനം അർപ്പിച്ചു. അച്ചട വാവേ, ദേവമ്മയെ ഒത്തിരി വേദനിപ്പിക്കല്ലേട്ടോ. അമ്മ പാവമല്ലേടാ. എൻ്റെ ചക്കരുകുട്ടി വേഗം ഇങ്ങോട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അമ്മയ്ക്കിട്ട് പണി കൊടുക്കാം. ഞാൻ പറഞ്ഞു കേട്ട് ദേവുട്ടി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് എൻ്റെ കയ്യിലൊരു അടിവെച്ചു തന്നു. അയ്യടാ, അങ്ങനെ ഇപ്പം മോൻ സ്വപ്നം കാണണ്ട. ഇതേ എൻ്റെ വാവയാ. അവൻ ഞാൻ പറയുന്നതേ കേൾക്കൂ. ഒവ്വേ. അല്ല, നീ എന്താ ഇങ്ങനെ ഇവിടെ ഇരിക്കണേ? ഡോക്ടർ നല്ലോണം നടക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുന്നേറ്റ് നടക്കടി. ഞാൻ കുറച്ച് കലപ്പിൽ പറഞ്ഞു കേട്ട് പെണ്ണ് നിഷ്കുവായി അവളുടെ കാല് രണ്ടും എൻ്റെ മടി വെച്ചു. കാല് വേദനിക്കുന്നു കണ്ണേട്ടാ. കാലൊക്കെ നീര് വെച്ച് തടിച്ചിട്ട് ഈ കൊലുസ് കാലിൽ ഉരയുന്നു. പെണ്ണ് പറഞ്ഞപ്പോഴാണ് ഞാൻ അവളുടെ കാല് ശ്രദ്ധിച്ചത്. ശരിയാണ്, നീര് വെച്ചിട്ട് കൊലുസ് വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട്. ഞാൻ വേഗം തന്നെ അതിൻ്റെ കൊളുത്ത് നീക്കി കാലിൽ നിന്ന് ഊരിയെടുത്തു. ചുവന്ന നിറത്തിൽ അവളുടെ കാലിൽ പതിഞ്ഞ പാട് കണ്ട് എനിക്ക് സങ്കടം തോന്നി. ഞാൻ അവിടെ തലോടി പതിയെ ചുംബിച്ചു. എൻ്റെ അപ്പോസ് വരുന്നത് വരെ നമുക്ക് ഈ കൊലുസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം, അല്ലേ ദേവികുട്ടിയെ? മാറ്റാലോ മാഷേട്ടാ. പക്ഷെ സ്ഥിരമായി മാറ്റണ്ട കേട്ടോ. ഇത് നിന്റെ കാലിൽ എങ്ങനെ ചുറ്റിപ്പിടിഞ്ഞ് തന്നെ കിടക്കണം, എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം പോലെ. എന്തോ നാടി, ഇങ്ങനെ പേടിക്കാൻ ബോംബെന്നല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഒരു കിസ്സല്ലേ, അതിനിപ്പോൾ എന്താ? ശരത്തിൻ്റെ കരവാലയത്തിൽ നിന്ന് കുതറി മാറാൻ നോക്കുന്ന വർഷയെ ഒന്നുകൂടി മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. ആഹാ, ഒരു കിസ്സെന്നോ? എന്തൊരു നിസ്സാരം. ഒന്ന് പൊയ്ക്കേ ശരത്തേട്ടാ, ഞാനൊന്നും തരൂല. വർഷ അതും പറഞ്ഞ് ചുണ്ടുകൊട്ടി. ഇന്ന് മോള് അത് തന്നിട്ടേ ചേട്ടൻ്റെ അടുത്ത് നിന്ന് പോകുള്ളൂ. എത്ര മാസമായിട്ട് ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട്? ചുമ്മാതൊന്നും അല്ലല്ലോ, നല്ലോണം ഇറന്നിട്ടല്ലേ. ഒന്ന് താടി വേണേ. നടക്കൂല മോനെ, അതിന് വെച്ചാൽ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. എന്താടി നിനക്ക് ഇത്ര ചാട? നിന്നെ കെട്ടാൻ പോകുന്നവനാണ് ഞാൻ, അത് ഓർത്തോ നീ? കെട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ, കെട്ടിയില്ലല്ലോ. ആദ്യം മോൻ പോയി അച്ഛനോട് സംസാരിച്ച് എല്ലാം സെറ്റാക്ക്, എന്നിട്ട് ബാക്കി ആലോചിക്കാം. അതോർത്ത് നീ ടെൻഷനാകണ്ടേ. എൻ്റെ അമ്മായിയപ്പനെ വീഴ്ത്താനുള്ള എല്ലാ വഴിയും ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് മോളെ. അവസാനം പെരുവഴിയാകാതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ ദേവിയെ. അച്ഛൻ സമ്മതിച്ചേ, ഞാൻ വേറെ വല്ലവനെയും കിട്ടും, പറഞ്ഞേക്കാം. അത് കേട്ടതും ശരതിന് കലിച്ചു കയറി. അവൻ അവളെ വലിച്ച് ചുമരിലേക്ക് ചേർത്ത് നിർത്തി. നീ വേറെ കെട്ടുവടി? കെട്ടുവോന്ന് അവൻ കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചതും വർഷയുടെ കാറ്റ് പോയി. അവൾ പേടിയോടെ ഉമിനിറയ്ക്ക് ഉണ്ടെന്നും ഇല്ലെന്നും തലയാട്ടി. പോയാലോ? അവൾ വിക്കി വിക്കി ചോദിച്ചു. അത് കേട്ട് അവൻ ഒന്നുകൂടി അവളിലേക്ക് അമർന്ന് അവളുടെ തലയിൽ കൈവച്ച് അവൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ച് അവളുടെ അധരങ്ങൾ കവർന്നു. തീരെ പ്രതീക്ഷിക്കാത്തതാകൊണ്ട് വർഷം ഞെട്ടി കണ്ണും പിഴിച്ച് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. പൂർണ്ണമായും അവളിൽ ലയിച്ച് കണ്ണുകളടച്ച് അവളുടെ അധരങ്ങളെ താലോലിക്കുന്ന ശരത്തിനെ അടുത്ത് കണ്ടതും അവളിൽ ഒരേ സമയം നാണവും വെപ്രാളവും സൃഷ്ടിച്ചു. അവൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ അമർന്നതും അവൾ ഒന്ന് ഉയർന്നു പൊന്തി. പതിയെ ആ ദീർഘചുംബനത്തിൽ നിന്നും ഇരുവരും ലയിച്ചു നിന്നു. മുറ്റത്ത് കാർ വന്നിരുന്ന ശബ്ദം കേട്ടപ്പോഴാണ് ഇന്നലെ ഉമ്രത്തേക്ക് വന്നത്. നോക്കുമ്പോൾ കൈനിറയ കവറുകളുമായി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന അരവിന്ദനെയാണ് കണ്ടത്. ഇതൊക്കെ എന്താ ഏട്ടാ? ഞാനൊന്നും വാങ്ങാൻ പറഞ്ഞില്ലല്ലോ. ഉമ്മറത്തേക്ക് കയറി അയാളുടെ കയ്യിൽ നിന്ന് പൊതികൾ വാങ്ങിച്ചുകൊണ്ട് ഇന്നലെ ചോദിച്ചു. അതിന് ഇത് നിനക്കുള്ളതല്ല, എൻ്റെ മക്കൾക്കുള്ളതാ, ശ്രീദേവിക്കും കുഞ്ഞിനുള്ളത്. അയാൾ പറഞ്ഞു കേട്ട് ഇന്ദിരയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവർ ആ പൊതിയൊക്കെ അഴിച്ചു നോക്കി. അതിൽ നിറയെ കളിപ്പാട്ടങ്ങളും ശ്രീദേവിക്കുള്ള വസ്ത്രങ്ങളുമായിരുന്നു. എന്തിനായിട്ടാ ഇതെല്ലാം വാങ്ങിച്ചു കൂട്ടിയത്? അവിടെ മോൻ തന്നെ ഒരു ലോഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ എന്ന് കരുതി എൻ്റെ കടമ എനിക്ക് ചെയ്യണ്ടേ? വിവാഹത്തിനോ എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, അപ്പോൾ ഇപ്പോഴെങ്കിലും കൊടുക്കട്ടെ. പിന്നെ വരാൻ പോകുന്ന ചില്ലറക്കാരനല്ല, മേലടത്ത് അരവിന്ദൻ്റെ കൊച്ചുമോനാണ്. അതുകൊണ്ട് അവനൊരു കുറവുണ്ടാകാൻ പാടില്ല. ഇന്ദിര പുഞ്ചിരിയോടെ തന്നെ അരവിന്ദൻ പറയുന്നത് കേട്ടിരുന്നു. തൻ്റെ മകളെ സ്വന്തം മകളായി അയാൾ അംഗീകരിച്ചതിൽ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. അല്ല, ഇതൊക്കെ കാണുമ്പോൾ വേറൊരു തുടങ്ങും എനിക്കൊന്നും കിട്ടിയില്ലേ എന്നും പറഞ്ഞ്
വർഷയുടെ കാര്യമാണ് ഇന്നലെ ഉദ്ദേശിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായി. ആദ്യം അവൾ കെട്ടട്ടെ, എന്നിട്ട് അവൾക്കുള്ളത് കൊടുക്കാം. മിക്കവാറും അത് പെട്ടെന്ന് തന്നെ നടത്തേണ്ടി വരും. സിദ്ധു എന്നോടൊരു കാര്യം സൂചിപ്പിച്ചിരുന്നു. ശരത്തില്ലേ ആള്, രണ്ടിൻ്റെയും ചുറ്റിക്കളി എനിക്ക് നേരത്തെ മനസ്സിലായതാ. ആണോ? അപ്പോൾ എന്താ തീരുമാനം? അവൻ നല്ല പയ്യനാ. എനിക്ക് എതിർപ്പൊന്നുമില്ല. എല്ലാവർക്കും സമ്മതാണെങ്കിൽ അതങ്ങോട്ട് നടത്താം. ഇതെല്ലാം കേട്ട് വാതിലിൻ്റെ പിന്നിൽ മറിഞ്ഞു നിന്ന വർഷയുടെ കിളികളെല്ലാം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാത്രി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കണ്ണേട്ടൻ പിന്നിൽ വന്ന് എന്നെ ചേർത്ത് പിടിച്ചത്. എന്താണ് ദേവുട്ടിയെ ഇവിടെ എങ്ങനെ നിൽക്കുന്നത്? കിടക്കാൻ ഉദ്ദേശിച്ചില്ലേ? ഞാനൊരു ചിരിയോടെ കണ്ണേട്ടിന് നേരെ തിരിഞ്ഞ് കഴുത്തിൽ കൈ ചുറ്റി പിടിച്ചു. ഉറക്കം വരുന്നില്ല. മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോകുന്നു. ആകെ ഒരു അസ്വസ്ഥത തോന്നുന്നു കണ്ണേട്ടാ. എൻ്റെ കുട്ടി വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷനാവണ്ട. ഡേറ്റ് എടുക്കാറായില്ലേ? ഓരോന്നാലോചിച്ച് കൂടുതൽ പ്രശ്നമാകണ്ട. വന്ന് കിടക്കാൻ നോക്ക്. അതും പറഞ്ഞ് കണ്ണേട്ടൻ പതിയെ എന്നെ കൈകളിൽ കോരിയെടുത്തു. അമ്മയ്ക്കും മോനും മുടിഞ്ഞ് വെയിറ്റായല്ലോ. എൻ്റെ നടുവടിയും. കണ്ണേട്ടൻ ഒരു തമാശ പോലെ പറഞ്ഞു കേട്ട് ഞാൻ നെഞ്ചിലൊരു കുത്തു കൊടുത്തു. കണ്ണേട്ടൻ പൊട്ടിച്ചിരിയോടെ എന്നെ ബെഡിൽ കിടത്തി എൻ്റെ അടുത്ത് കിടന്ന് എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. കണ്ണേട്ടാ. കണ്ണേട്ടന് മോനെയാണോ മോളെയാണോ കൂടുതൽ ഇഷ്ടം? ആ നെഞ്ചിലെ ഹൃദയതാളം ശ്രവിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു. ആരായാലും എനിക്കൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങോട്ട് തന്നാൽ മതി എൻ്റെ വാവേനെ. അപ്പോൾ വാവ വന്നാൽ പിന്നെ നമ്മളെയൊന്നും ഒരു മൈൻഡ് ഉണ്ടാകില്ല അല്ലേ? കള്ളപ്പരിവാഹം നടിച്ച് ഞാൻ പറയുന്നത് കേട്ട് കണ്ണേട്ടൻ പൊട്ടിച്ചിരിച്ചു. എടി, ഏതൊരാണിൻ്റെയും ആദ്യത്തെ കുഞ്ഞ് ആരാണെന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. എന്നാലേ അതവൻ്റെ നല്ല ഭാര്യ തന്നെയാ. അവൻ ആദ്യം ഈ നെഞ്ചോട് ചേർത്ത് ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും അവൻ്റെ പെണ്ണിനെയാണ്. അതുപോലെ എൻ്റെ പെണ്ണും എനിക്കെന്നും പ്രിയപ്പെട്ടതാണ്. കണ്ണേട്ടൻ പറഞ്ഞത് കേട്ട് ഞാൻ ആ നെഞ്ചിൽ ചുണ്ടുകൾ അമർത്തി. പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്തോ ഞരക്കം കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. നോക്കുമ്പോൾ ദേവുട്ടി കിടന്ന് വേദന കൊണ്ട് പുളയുന്നു. ദേവു, എന്തു പറ്റി? ഞാൻ വെപ്രാളത്തോടെ എഴുന്നേറ്റ് ചോദിച്ചു. അറിയില്ല കണ്ണേട്ട, വല്ലാതെ വേദനിക്കുന്നു. അവൾ പറയുന്നത് കേട്ട് എനിക്ക് ആകെ ഒരു പേടി തോന്നി. ശബ്ദം കേട്ട് ഗീതവും ശരത്തും വാതിൽ മുട്ടാൻ തുടങ്ങി. പിന്നെ കൂടുതൽ സമയം കളാതെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ലേബർ റൂമിലേക്ക് അവളെ കൊണ്ടുപോകുമ്പോഴും ആ കൈകൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് പതിയെ അയച്ചെടുത്ത് അവൾ അകത്തേക്ക് കൊണ്ടുപോകുമ്പോഴും ഹൃദയം വല്ലാതെ മിടിച്ചിരുന്നു. ഓരോ നിമിഷവും ഓരോ യുഗം പോലെ തോന്നി. അവളെയും കുഞ്ഞിനെയും ഒരാപത്തും കൂടാതെ ഇങ്ങ് തന്നേക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ചു. ശ്രീദേവിയുടെ ആരാ ഉള്ളത്? പെട്ടെന്നൊരു മാലാഖ പുറത്തു വന്ന് വിളിച്ചതും ഞാൻ ഞെട്ടി അവിടേക്ക് ചെന്നു. ആൺകുട്ടിയാണ്. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അവനെ എനിക്ക് നേരെ നീട്ടി. വിറയാർന്ന കൈകളോടെ ഞാൻ അവനെ കയ്യിലേക്ക് വാങ്ങി. എൻ്റെ സാമീപ്യം മറിഞ്ഞതും അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞു. കണ്ണൻ്റെ അതേ മുഖച്ഛായ തന്നെ. ഗീതു പറഞ്ഞിട്ട് എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഞാൻ ആ കുഞ്ഞു നെറ്റിയിൽ ഒരു സ്നേഹചുംബനം അർപ്പിച്ചു. ദേവുട്ടി. കുഞ്ഞിനെ ഗീതുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഞാൻ ആ മാലാഖയോട് ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. സിസ്റ്റർ പറഞ്ഞത് കേട്ട് എന്നിൽ ആശ്വാസം നിറഞ്ഞു. കുഞ്ഞിനെ തിരികെ വാങ്ങിക്കൊണ്ട് പോകുമ്പോഴും അവൻ്റെ കുഞ്ഞു ചാരക്കണ്ണുകൾ എന്നിൽ തന്നെയായിരുന്നു. കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ ഈ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണേ.